കോൺഗ്രസിൽ ഇന്ന് ഹൈക്കമാൻഡ് കേരളത്തിൽ സോണിയാഗാന്ധി എത്തുമ്പോൾ ഘടകകക്ഷി നേതാക്കൾ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ഏറ്റവും പുതുതായി സംയുക്ത വാർത്താ സമ്മേളനം VM സുധീരനും ഉമ്മൻചാണ്ടിയും നാളെ സംയുക്ത വാർത്താ സമ്മേളനം നടത്തും. ഘടകകക്ഷികളുടെ ആവശ്യം മാനിച്ച് കോൺഗ്രസ് ഗ്രൂപ്പിസം അടിയന്തരമായി ഒഴിവാക്കണം, വിഭാഗീയത ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശം സോണിയാഗാന്ധിയിൽ നിന്ന് വരുമ്പോൾ സജീവൻ, KPCC സെക്രട്ടറി പഴകുളം മധു, ഉഴവൂർ വിജയൻ, ഫക്രുദ്ദീൻ അലി തുടങ്ങിയവർ തത്സമയം. ആദ്യം സജീവനിലേക്ക്. ശ്രീ സജീവൻ, ഏറ്റവും പുതുതായി വരുന്നത് സോണിയയുടെ കർശന നിർദ്ദേശം വരുന്നു. വിഭാഗീയത വളരെ കൃത്യമായി ഘടകകക്ഷികൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവസാനിപ്പിക്കാൻ കർശന നിർദ്ദേശം. സംയുക്ത വാർത്താ സമ്മേളനം നാളെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റ് VM സുധീരനും. പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ട് അവസാനിക്കുമോ കോൺഗ്രസിൽ? സോണിയാഗാന്ധിയുടെ കർശന നിർദ്ദേശം നടപ്പാവുകയാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ എത്രയോ കാലമായി അതിപ്പോഴത്തെ ഉമ്മൻചാണ്ടിയും സുധീരനും ചെന്നിത്തലയും ചേർന്നുള്ള ഗ്രൂപ്പ് മാത്രമല്ല, അതിനു മുമ്പേ AK ആന്റണിയും കരുണാകരനും ഒക്കെ ഉള്ള ഗ്രൂപ്പിൻ്റെ കാലം മുതലേ കോൺഗ്രസിൽ ഇങ്ങനെ ഹൈക്കമാൻഡ് ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിസത്തെക്കുറിച്ച് അഭിപ്രായം പറയും, കർശനമായിട്ട് അവസാനിപ്പിക്കണമെന്ന് പറയും, ഇതെല്ലാം ഒറ്റക്കെട്ടായിട്ട് പോകണമെന്ന് പറയും. ഇതെല്ലാം നേതാക്കന്മാർ പാലിച്ചായിട്ട് സമ്മതിക്കുന്ന രൂപത്തിൽ തലകുലുക്കും. പക്ഷേ ഗ്രൂപ്പിസം അതിനേക്കാൾ ശക്തമായിട്ട് പോവുകയും ചെയ്യും. നമുക്കറിയാവുന്നതാണ്, കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും കോൺഗ്രസിൽ ഗ്രൂപ്പിസം അത് അനിവാര്യമായ ഒന്നാണ് എന്ന് പരക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഏത് ഘട്ടത്തിലാണെങ്കിലും അവർ പറയും കോൺഗ്രസിൻ്റെ ഭാഗമാണ് ഗ്രൂപ്പ് എന്ന്. അപ്പോൾ എങ്ങനെയാണ് ഗ്രൂപ്പിസം അവസാനിപ്പിക്കാൻ പറ്റുക? ഇവിടെ ഓരോ പ്രശ്നമുണ്ടാകുമ്പോഴും ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരാട്ടം ശക്തമാകും. ഇപ്പോൾ നേരത്തെ രമേശ് ചെന്നിത്തലയ്ക്ക് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയിട്ട് മന്ത്രിസഭയിലേക്ക് വരണമെന്നുള്ള ഘട്ടത്തിൽ ശക്തമായ ഗ്രൂപ്പ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓരോ ഘട്ടത്തിലും ഓരോ ആളുകളും നേതാക്കന്മാരും മാറി മാറി ഹൈക്കമാൻഡിൻ്റെ അടുത്താണ് ഈ ഗ്രൂപ്പുകളുടെ പരാതി പറയാൻ പോയിരുന്നത്. എന്നാൽ അപ്പോഴേ പറഞ്ഞാൽ മതിയല്ലോ ഗ്രൂപ്പ് പാടില്ല എന്നുള്ളത്. അങ്ങനെ ഹൈക്കമാൻഡിന് പോലും അറിയാം കേരളത്തിലെ ഗ്രൂപ്പിസം, കേരളത്തിൽ മാത്രമല്ല കോൺഗ്രസിൻ്റെ മിക്ക സംസ്ഥാനങ്ങളിലുമുള്ള പ്രശ്നം ഈ ഗ്രൂപ്പിസം തന്നെയാണ്. അത് പരിഹരിക്കാൻ വളരെ ശക്തയായിരുന്ന കാലത്ത് ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല, രാജീവ് ഗാന്ധിക്ക് കഴിഞ്ഞില്ല. അത്ര ശക്തി ഇല്ലാതിരുന്ന ആളാണെങ്കിൽ പോലും രാജീവ് ഗാന്ധി കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു വാക്കുകൊണ്ട് നിങ്ങൾ ഗ്രൂപ്പിസം അവസാനിപ്പിക്കണമെന്ന ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുക? ഇപ്പം തന്നെ നമുക്ക് നോക്കാവുന്നതാണ്, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായ പ്രശ്നം കൊണ്ട് ഘടകകക്ഷികൾ പോലും വളരെ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചാണ്. അപ്പോൾ ഇനി എല്ലാം ഒരു പ്രശ്നവും ഇല്ലയെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഏത് ഘടകകക്ഷിക്കാണ് കോൺഗ്രസ്സിന് എതിരെ പഴി പറയാൻ ഇല്ലാതിരുന്നത്? കോൺഗ്രസ് നടത്തിയുള്ള ഗ്രൂപ്പ് പ്രശ്നങ്ങൾ, കോൺഗ്രസ് നടത്തിയുള്ള കുതികാൽ വെട്ട്, ഇതിനെക്കുറിച്ചൊക്കെ പരാതി പറഞ്ഞു. അപ്പോൾ ഓരോ ഘട്ടത്തിലും പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞാൽ പോലും ആ പരിഹരിക്കൽ ശരിയായിട്ട് നടക്കാറില്ല എന്നുള്ള സത്യം. ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കലിൻ്റെ രീതി പലപ്പോഴും കോൺഗ്രസ്സിൽ വരുന്നത് കൊണ്ടാണ് ഈ ഗ്രൂപ്പിസത്തിന് പരിഹാരമുണ്ടാവാൻ പറ്റാതെ പോകുന്നത്. ശ്രീ ഉഴവൂർ വിജയൻ, സജീവൻ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് രാവിലെ മുതൽ നടന്ന കോലാഹലങ്ങൾ നാം കണ്ടു കഴിഞ്ഞതാണ്. ലീഗ് ഹൈക്കമാൻഡ് സോണിയാഗാന്ധിക്ക് മുന്നിലെത്തുന്നു, കേരള കോൺഗ്രസ് CM മുന്നിലെത്തുന്നു. അവരുടെയൊക്കെ ആവശ്യം ഒറ്റ ഇതാണ്, കോൺഗ്രസിൽ ഐക്യം ശക്തിപ്പെടുത്തുക. അതാണ് ഘടകകക്ഷികൾ ഒന്നാകെ ആവശ്യപ്പെടുന്നത് സോണിയാഗാന്ധിക്ക് മുന്നിൽ. നാളെ സംയുക്ത വാർത്താ സമ്മേളനമാണ്. കർശന നിർദ്ദേശവും വരുന്നു സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നും. സജീവൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊക്കെ ആവർത്തന വിരസമായ ചില നാടകങ്ങൾ അരങ്ങേറുന്നു. ആ നാടകങ്ങളുടെ തനിയാവർത്തനം ഏതു തരത്തിൽ കാണും നാളത്തെ സംയുക്ത വാർത്താ സമ്മേളനത്തെയും സോണിയാഗാന്ധിയുടെ കർശന ശാസനയും? സോണിയാഗാന്ധി വന്നത് തന്നെ സർക്കാർ ചെലവിലാണ്. UDF വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്രയേറെ പണം മുടക്കി. 1500 പോലീസുകാരുണ്ടായിരുന്നു കോട്ടയത്ത്. ഞാനിന്ന് കോട്ടയത്തായിരുന്നു. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഉച്ച കഴിഞ്ഞൊരു പരിപാടി പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ടൗണിലേക്ക് കയറാൻ പറ്റിയല്ല, ഗതാഗത നിയന്ത്രണമായിരുന്നു. ഇന്ത്യൻ പ്രസിഡൻറ്റിനും പ്രധാനമന്ത്രിക്കും ഇല്ലാത്ത ഒരു സെക്യൂരിറ്റിയാണ് അവർക്ക് കൊടുത്തത്. ഇത്രയും കാശ് മുടക്കി ഇവിടെ വന്ന് UDF പ്രശ്നം പരിഹരിക്കാൻ വന്നിട്ട് ഇപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നം ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നതാണ്. അതുകൊണ്ടാണ് സംയുക്ത വാർത്താ സമ്മേളനം. അല്ലെ ഒരു പാർട്ടിയിൽ എന്തിനാണ് സംയുക്ത വാർത്താ സമ്മേളനം?
KPC പ്രസിഡന്റ് മാത്രം ഒരു വാർത്താ സമ്മേളനം നടത്തിയാൽ പോലെ. അപ്പോൾ അവർ തമ്മിൽ ഭിന്നതയുണ്ടെന്ന് ജനങ്ങളെ വിളിച്ചറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു യോഗം ചേർന്നത്. ഇവിടുത്തെ ഡോക്ടർമാർ വിചാരിച്ച് നടക്കാത്ത കാര്യം ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നൊരു ഡോക്ടർ വന്ന് പരിശോധിച്ച് അതിന് ചികിത്സ നിശ്ചയിച്ച് നടപടി സ്വീകരിക്കാമെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇന്ന് ICUവിലാണ്, കോൺഗ്രസ് ഇന്ന് വെന്റിലേറ്ററിലാണ്, UDFിൻ്റെ കേരളത്തിലെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഡോക്ടർ ആര് വന്നാലും അത് കേന്ദ്രത്തിൽ നിന്നാണേലും ഇനി അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പോലും ഒരു കാര്യവും ഇല്ല. ഇവരുടെ പ്രശ്നം വഞ്ചി തിരുനക്കര തന്നെ എന്നുള്ള നിലയിൽ നിൽക്കുകയേ ഉള്ളൂ. ഇന്നിപ്പോൾ വന്ന ചെറുകക്ഷികളെല്ലാം സോണിയാഗാന്ധി വിളിച്ചപ്പോൾ ഒന്ന് വന്നു, അവർക്കൊരു പരിപാടി എന്നുള്ള നിലയിൽ അവർ വന്നു, കണ്ടു, ഞങ്ങൾക്ക് ഒരു 10 സീറ്റ് കൂടെ വേണം എന്നെല്ലാവരും പറഞ്ഞു. ഇനി ആ സീറ്റ് കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ വീണ്ടും പ്രശ്നമാകും. ഒന്നാമതേ DCC സെക്രട്ടറിമാർ 100-ൽ കവിഞ്ഞതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് VM സുധീരൻ ജനരക്ഷായാത്ര എന്ന് പറഞ്ഞ് യാത്ര നടത്തുകയും അതിപ്പോൾ സ്വയരക്ഷായാത്ര പോലെ നടത്തേണ്ട സ്ഥിതിവിശേഷമാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. ഗ്രൂപ്പ് ഇല്ലാതാക്കാനാണ് സുധീരനെ വെച്ചത്. ഇപ്പോൾ പണ്ടത്തതിനേക്കാൾ പ്രശ്നം ആയി മാറിയിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് സോണിയാഗാന്ധിയെ വെറുതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ പാമ്പാടിയിൽ പ്രോട്ടോകോൾ ലംഘിച്ച് RITയുടെ ഉദ്ഘാടനത്തിന് വന്നു. MP ആയ സോണിയാഗാന്ധി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ഗവൺമെൻറ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നതിന് പ്രോട്ടോകോൾ ലംഘനമാണ്. അതിനെക്കുറിച്ച് വിവാദം ഉയർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ ചെലവിൽ ജനങ്ങൾ പട്ടിണി കിടക്കുകയാണ് വിലക്കയറ്റം മൂലം. ആ സമയത്താണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റിന് ഇവിടെ വരാൻ വേണ്ടി ഇത്രയേറെ പണം വാരിക്കോരി ചെലവഴിച്ചത്. അതുതന്നെ തെറ്റായിപ്പോയി. ഇനി എത്ര ചികിത്സിച്ചാലും എത്ര പണം മുടക്കിയാലും കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി കട്ടപ്പുകയായിരിക്കും, ഉപ്പുവെച്ച കലം പോലെ ആയിരിക്കും കോൺഗ്രസിൻ്റെ കേരളത്തിലെ അവസ്ഥ. ഇന്ത്യയിലെ പിന്നെ പറയേണ്ട കാര്യമില്ല, പണ്ടേ തന്നെ ദുർബല, പോരെങ്കിൽ ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസിൻ്റെയും സ്ഥിതി. അതുകൊണ്ട് ഒരു തരത്തിലും സോണിയാഗാന്ധി വന്ന് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. യെസ്, ഫക്രുദ്ദീൻ അലി, പഴകുളം മധുവിലേക്ക് വരാം. അതിൻ്റെ അവസാനത്തെ മറുപടിയുമായിട്ട് തീർച്ചയായിട്ടും താങ്കൾക്ക് താങ്കളുടേതായ സമയം തരികയും ചെയ്യും. ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ ഉഴവൂർ വിജയൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഒരുപക്ഷെ സജീവൻ ചൂണ്ടിക്കാണിച്ചതും അതുതന്നെയാണ്. ഘടകകക്ഷികളുടെ ഈ പരാതി ഹൈക്കമാൻഡ് മുന്നിൽ എത്തുമ്പോൾ തീർത്തും നിരാശരാണ് ഈ ഹൈക്കമാൻഡിലെ അതേ ലീഗ് പറയുന്നു അനൈക്യത്തെക്കുറിച്ച്, കേരള കോൺഗ്രസ് പറയുന്നു, മറ്റുള്ളവരും അതേ നിലപാടെടുക്കുമ്പോൾ തീർത്തും നിരാശപ്പെടേണ്ട അവസ്ഥയിലാണോ ഈ ഘടകകക്ഷികൾ കോൺഗ്രസിൻ്റെ ഉൾപ്പിരിവുകളെ സംബന്ധിച്ച്? അല്ല, കോൺഗ്രസിൻ്റെ ഉൾപ്പിരിവുകളെ സംബന്ധിച്ചല്ല ഘടകകക്ഷികൾ സത്യത്തിൽ നിരാശപ്പെടേണ്ടത്. സത്യത്തിൽ മുമ്പ് ഘടകകക്ഷികൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, കോൺഗ്രസ്സിന് മാത്രം പ്രശ്നങ്ങൾ എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ മുമ്പത്തെ ആൻ്റണി കാലഘട്ടത്തിലെ കരുണാകരൻ്റെ കൈ കടിച്ചു മുറിച്ച സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം വിസിബിൾ ഒന്നല്ല കോൺഗ്രസ്സിൽ ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഒക്കെ. ഇപ്പോൾ രമേശ് ആണെങ്കിലും സുധീരനാണെങ്കിലും ഉമ്മൻചാണ്ടിയെ പരസ്പരം സംസാരിക്കുക ഇടയ്ക്ക് കാണാതൊക്കെ ഉണ്ട്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ ഘടകകക്ഷികളെ തന്നെ ബേസിക് ഒരു പ്രോബ്ലം ഉണ്ട്. ഒന്ന്, മാണിയുടെ ഒരു ഇമേജ് മൊത്തം പോയിരിക്കുകയാണ്. LDF കയറാൻ നോക്കി, ഞാൻ മനസ്സിലാക്കിയ LDF ഒരു കാരണവശാലും എടുക്കുന്നത് ആനത്തരവട്ടം തന്നെ ഈ ഫ്ലോ എന്ന് പറയുന്നുണ്ടായി. BJP ഒരു ചർച്ച നടത്തുന്നു കേൾക്കുന്നു, ഒന്നും ആയില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുറത്ത് വരേണ്ടതാണ്. ഇന്ന് അതുകൊണ്ടാണ് ഈ മൈനോറിറ്റിനെ പറ്റിയിട്ട് രമേശ് അധികം സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് ഒന്നും ആയില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ജോസഫ് വിഭാഗം ധനകാര്യ വകുപ്പ് മന്ത്രിസ്ഥാനം ആർക്കും കൈവിട്ട് കൊടുക്കാത്തതിൻ്റെ പേര് ജോസഫ് വിഭാഗം ശക്തമായ വിയോജിപ്പിലാണ്, വെറുപ്പിലാണ്. അതേസമയം അച്ഛന്മാർ ഈ വിഷയത്തിൻ്റെ പുറത്ത് തന്നെ പല ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങനെക്കെതിരാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ UDFനെതിരെ തൃശ്ശൂർ കത്തോലിക്ക സഭയുടെ മുഖപത്രം തന്നെ, രൂപതയുടെ മുഖപത്രം തന്നെ പ്രതികരിക്കുകയും ചെയ്തു. ലീഗിൻ്റെ കാര്യം നോക്കുക, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ മലപ്പുറത്തൊക്കെ തോൽക്കാൻ കാരണം കോൺഗ്രസ് ആണോ? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. മലപ്പുറത്ത് ഒന്നാമത്തെ പാർട്ടി ലീഗാണ് അവിടെ കോൺഗ്രസിനോട് വിലപേശിയത്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, സജീവേട്ടൻ ഞാനൊക്കെ വരുന്ന കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ജയിക്കാവുന്ന എല്ലാ സീറ്റും ഈ ലീഗുകാർ കൈവശം വെച്ചിരിക്കുക. കോൺഗ്രസ് എന്ത് ചെയ്യാനാ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഇപ്പം കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത് മാത്രമല്ല, ലീഗിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കൂ, ലീഗിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന EK വിഭാഗത്ത് സംസ്ഥാനത്തിൽ വലിയ പിളർപ്പും പ്രശ്നങ്ങളും ഒക്കെ കിടക്കാം. പുറത്തേക്ക് വരാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ ലീഗിനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള ചോദ്യം അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ മുൻകാലഘട്ടങ്ങളെ അപേക്ഷിച്ച് പ്രധാനപ്പെട്ട ഘടകകക്ഷികളാണ് പ്രശ്നത്തിൽ. കോൺഗ്രസ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പിന്നെ ഇവിടെ കോൺഗ്രസ് സോണിയാഗാന്ധി ശ്രദ്ധിക്കേണ്ടത് RSPയുടെയും ജനതാദളിൻ്റെയും കാര്യമാണ്. RSP ജനതാദൾ ഇവരെ കൂടെ നിൽക്കേണ്ട ആളുകളല്ല, ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കേണ്ട ആളുകളാണ്. എന്നിട്ട് ഒരു പ്രത്യേക സാധ്യത അവരെ കൂടെ നിന്നു. എന്നാൽ വീരൻ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നതാണ്, കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ, വീരന് പോലും ലഭിക്കേണ്ട പരിഗണനയോ അല്ലെങ്കിൽ അംഗീകാരമോ ആ പാർട്ടി കിട്ടുന്നില്ല. വലിയ പ്രശ്നമാണ്. ആ വലിയ പ്രശ്നം നിലനിൽക്കുമ്പോൾ പഴകുളം മധുവിലേക്ക് വരുന്നതിന് മുമ്പ് ബാലകൃഷ്ണപിള്ള കൂടി ചേരുന്നു. ശ്രീ ബാലകൃഷ്ണപിള്ള, ഇപ്പോൾ പറഞ്ഞു നിർത്തുന്നത് താങ്കൾ അടക്കമുള്ളവർ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളാണ്. അത് ലീഗും കേരള കോൺഗ്രസ് അടക്കമുള്ളവർ പുറത്തോട്ട് പറയുന്നു. ഈ കോൺഗ്രസിനെ കൊണ്ട് ഞങ്ങൾക്ക് പൊറുതിമുട്ടി എന്ന തരത്തിലാണ് സോണിയാഗാന്ധിക്ക് മുന്നിൽ പരാതി എത്തിയിരിക്കുന്നത്.
നാളെ സംയുക്ത വാർത്താ സമ്മേളനം വിളിക്കുകയാണ് VM സുധീരനും ഉമ്മൻചാണ്ടിയും. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ള കർശന നിർദ്ദേശം. ഇതൊക്കെ കൊണ്ട് ഈ ഘടകകക്ഷികൾ ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം പരിഹാരമാകുമോ നാളത്തെ സംയുക്ത വാർത്താ സമ്മേളനത്തോടെ? കുറച്ചുകൂടെ ഗുരുതരഭാഗത്തുള്ള അവരുടെ വാർത്താ സമ്മേളനം ഒന്നും ജനങ്ങൾ അംഗീകരിക്കില്ല, ജനങ്ങൾ വിശ്വസിക്കുകയില്ല. ഏറ്റവും കൂടുതൽ വിശ്വസിച്ചുകൂടാത്ത ഒരു രാഷ്ട്രീയക്കാരന്റെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത് ഉമ്മൻചാണ്ടി എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കരുത്. കാരണം സത്യസന്ധതയുടെ ABCD പോലും സ്വന്തം പ്രവൃത്തിയിൽ ഒരിക്കലും കാണിച്ചിട്ടില്ലാത്ത ആളാണ്. ഇത്രയും കാര്യക്ഷത്തോടുകൂടി ആളുകളോട് പെരുമാറുന്ന ഒരാളെ കാണാൻ ഒക്കില്ല. പിന്നെ നേരിട്ട് കൈക്കൂലി മേടിക്കുന്നതിന് തെളിവൊന്നും കിട്ടില്ല, അത് മറ്റുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾ ഈ പറയുന്ന ഒരു 3 പേര് കൂടെ കൂടിയാൽ ഒന്നും സംഭവിക്കില്ല. ലീഗ് ഉൾപ്പെടെയുള്ളവരെ ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ശക്തിപ്പെടാനേ പോകുന്നുള്ളൂ. ഇവരിത്തിരി ആണെങ്കിൽ ആളില്ലാത്ത മാണിക്ക് പോലും പല സ്ഥലത്തും സീറ്റ് കൊടുക്കാൻ അവർ തയ്യാറാകും. അവസാനം പ്രസിഡന്റിന്റെ അടിസ്ഥാനത്തിൽ തോക്കുകയും ചെയ്യും. അത് വേറൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് കച്ചവടത്തിൽ സഖ്യകക്ഷികൾക്ക് ദോഷമാണ്. പിന്നെ എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല. ഞാൻ സോണിയാഗാന്ധിക്ക് ഒരു 5 എഴുത്ത് അയച്ചിട്ടുണ്ട്. സോണിയാഗാന്ധിയോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അന്ന് എന്റെ അനുഭവം പറയാ, ഒരു അന്വേഷണം പോലും അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങും ഉണ്ടായിട്ടില്ല. ഒരു അന്വേഷണം പോലും ഉണ്ടായിട്ടില്ല. രണ്ടാമതൊന്ന് വിളിച്ച് നിങ്ങൾ എഴുത്തയച്ചതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. സോണിയയ്ക്ക് എഴുത്തിന്റെ കോപ്പി ഉമ്മൻചാണ്ടിക്ക് മറ്റുള്ളവർക്കും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവരതൊക്കെ വായിച്ചു നോക്കി ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നാളെ മലയരിയെ പ്രസവിച്ചതുപോലെ ഒരു പത്രസമ്മേളനം കഴിയുമ്പോൾ അവസാനിക്കുമെന്നുള്ളതല്ലാതെ യാതൊന്നുമില്ല. വീരേന്ദ്രകുമാറിനെയൊക്കെ സൈസാക്കി കൈ കൊടുത്തു. അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ആരും കോപിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി അത് ഉണ്ടാക്കിയത് ഞാനും കൂടാ. 32 കൊല്ലക്കാലം കൊണ്ടുനടന്നത്. ആ മുന്നണി ഈ രാജ്യത്ത് അതിനകത്ത് നിൽക്കുന്ന മുന്നണിയായിട്ട് നിൽക്കുന്നവരും മുന്നണി അല്ലാതെ നിൽക്കുന്നവരുമായ ഒരു 5 കക്ഷികൾക്കെങ്കിലും ഒരു സീറ്റും കേരള നിയമസഭയിൽ കിട്ടുകയില്ല. അത് ഈ പാർട്ടികളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരിൽ പലരും മത്സരിച്ചൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ജയിച്ച കക്ഷികളിൽ പലരും മത്സരിച്ച് ഒന്നുകൂടെ മത്സരിക്കാൻ തയ്യാറായാൽ ഒരു സീറ്റും കിട്ടത്തില്ല. തിരുവിതാംകൂറിലെങ്കിലും ഒരു 4-5 സീറ്റൊക്കെ പോകും. പിന്നെ അഴിമതിക്ക് അവരെ ആരോട് ഉത്തരം പറയും? ഈ സിവിൽ സപ്ലൈസ് വകുപ്പിലും മറ്റു വകുപ്പിലും ഒക്കെ നടക്കുന്ന തറ അഴിമതി. ഈ അഴിമതിക്ക് ജനങ്ങളോട് ഇവർ 3 പേരും കൂടെ പത്രസമ്മേളനം നടത്തി അതിന് പരിഹാരമാകുമോ? ഒരു മന്ത്രിയുടെ പേരിൽ 7-8 കേസാണ് തൃശ്ശൂരും തിരുവനന്തപുരത്തുമായിട്ട്, ഈ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുടെ. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതിനൊക്കെ ഇവരെല്ലാം കൂടെ പത്രസമ്മേളനം നടത്തിയാൽ വല്ല പ്രയോജനമുണ്ടോ? ഇവർ തമ്മിൽ യോജിക്കാനും പോകുന്നില്ല. കാരണം അടുത്ത തവണ പ്രതിപക്ഷ നേതാവാകേണ്ടത് ആരാന്നുള്ളതിനാണ് ഇപ്പൊ ചർച്ച നടക്കുന്നത്. അല്ലാതെ മുഖ്യമന്ത്രി തുടർക്കഥയൊക്കെ പോയി. തുടർന്ന് ഭരണം വരും. തുടർ ഭരണം എന്ന് പറയുന്നതൊന്നും ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ആരും മിണ്ടുന്നില്ലല്ലോ. തുടർ ഭരണം അങ്ങനെയായാൽ ഇങ്ങനെ ചെയ്താൽ എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്നാൽ ആരും പുറത്തു പോകാതിരുന്നാൽ തുടർ ഭരണം കിട്ടുമെന്ന് ഇങ്ങനെ ക്ലാസ് ഇട്ട് പറയുന്നതല്ലാതെ ഒരു തുടർ ഭരണത്തെ പറ്റും ആരും ഒന്നും പറയുന്നില്ല. അവിടെ സംസാരിച്ച സൈനികന്മാരുടെ ചിലരുടെ ഞാൻ കേട്ടു. അതൊക്കെ വളരെ യാഥാർത്ഥ്യമായ വസ്തുക്കളാണ്. അതിനകത്തൊന്നും ഒരു കഥയില്ല. ഇതൊന്നും ഒരു കാര്യമില്ല. ജനങ്ങളാരും ഇത് മുഖവിലേക്ക് എടുക്കില്ല. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. ഇപ്പൊ തന്നെ ഇന്ന് ഞാൻ പത്രത്തിൽ കണ്ട് എനിക്ക് രസകരമായി തോന്നിയ ഒരു കാര്യമാണ്. TV കണ്ട് NSSന്റെ സഹായം തേടി NSSനെ അനുകൂലിക്കും. അതിന്റെ ഇങ്ങേപ്പുറത്ത് രാംമാധവ്, അതായത് രാംമാധവല്ല മോഹൻ ഭഗത് എന്താ പറഞ്ഞിരിക്കുന്നത്? NSSന് ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസമുള്ള സമ്മേളനം ഇന്നത്തെ രീതി തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ നായർ സമുദായത്തിനെ എങ്ങനെ ആകർഷിക്കാൻ കഴിയും? തുടരുകയെന്നല്ല, അത് കുറച്ചെങ്കിലും ആശ്വാസകരമായി പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയാണ്. ഈ മുന്നോക്ക വിഭാഗങ്ങളുടെ കാര്യത്തിൽ 10% എന്തെങ്കിലും പറഞ്ഞിരിക്കുന്ന അവരാണ്. അപ്പൊ ഇതുപോലെ തുടരുമെന്ന് പറയുന്ന വെള്ളാപ്പള്ളിയോടൊപ്പം ഇന്ന് BJP എന്ന് പറഞ്ഞു നിൽക്കുന്ന നായർ സമുദായം, ബ്രാഹ്മണ സമുദായം, സുറിയാനി ക്രിസ്ത്യാനി വിഭാഗം ഇവരൊന്നും ഉണ്ടാവുകയില്ല. നഷ്ടമല്ലാതെ BJPക്ക് ഒന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിനും നഷ്ടമാണ്. അവരും ചെയ്യാനുള്ളത് ചെയ്തില്ല. ഈ ചെപ്പടി വിദ്യയൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വില പോകുകയില്ല. അതുകൊണ്ട് ഈ അഴിമതിയും വൃത്തികേടുകളും വാക്കുമാറുന്നതും അഴിമതിക്കാരായ മന്ത്രിമാരെ സഹായിക്കുന്നതും ഒക്കെ അവസാനിപ്പിക്കുന്നതിനെ പറ്റി ആലോചിച്ചിരുന്നെങ്കിൽ കുറച്ചെങ്കിലും പിടിച്ചു കിട്ടാമായിരുന്നു. അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഇതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നും സംഭവിക്കില്ല. അതാണ് എന്റെ വിശ്വാസം. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഒരു ചോദ്യം കൂടി. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഈ പ്രശ്നങ്ങളെ മുഴുവൻ വളരെ ശക്തമായി സോണിയാഗാന്ധിക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോഴും കെ മാണി പുറത്തു വന്ന് പറഞ്ഞത് നേതൃമാറ്റം ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്നുള്ളതാണ്.
അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുന്നു, പ്രതിച്ഛായ നഷ്ടമെന്ന് പറയുന്നു, പക്ഷേ നേതൃമാറ്റം ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല എന്ന് പരസ്യമായി പറയുമ്പോൾ പരസ്യമായൊരു നിലപാട്, അതിനപ്പുറത്തേക്ക് സോണിയാഗാന്ധിയോട് നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടാൻ ലീഗിനും കേരള കോൺഗ്രസ് എമ്മിനും ശക്തിയുണ്ടോ? അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ടാകുമോ? താങ്കളുടെ നിരീക്ഷണം? ഒന്നും ആവശ്യപ്പെടുകയില്ല. ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, പിന്നെ മാണി ഒരു കൂട്ടുകെട്ടാണല്ലോ. തുടക്കം മുതലേ കച്ചവടം ഒരുമിച്ചാണല്ലോ നടത്തുന്നത്. ആ കച്ചവടത്തിന്റെ ഫലമാണല്ലോ മാണി പെട്ടത്. ഷാപ്പുകാരി എന്നപ്പോ ഇന്നും ഒരു ഷാപ്പുകാരൻ എന്നോട് പറഞ്ഞു, ഷാപ്പുകാരി എന്നപ്പോ അവരോട് പറഞ്ഞ മാണിയെ കൂടെ ഒന്ന് കണ്ടേക്കാൻ പറഞ്ഞത് എന്നോട് തന്നെ പറഞ്ഞു. മാണിയെ കൂടെ ഒന്ന് കണ്ടോളാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടിയാ. അപ്പൊ കൈക്കൂലി കൊടുത്തേക്കാൻ പറഞ്ഞയക്കുന്ന ഒരു മുഖ്യമന്ത്രിയാ കേരളം ഭരിക്കുന്നത്. ഇതെനിക്ക് അന്നേ അറിയാം. ഞാൻ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ മാണി സാറിനെ കൂടെ ഒന്ന് കണ്ടേരെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ എക്സൈസ് മന്ത്രിയായിരുന്ന ആളാ. എക്സൈസ് മന്ത്രിയെ കാണാൻ പറഞ്ഞാൽ മനസ്സിലാക്കാം. നിയമമന്ത്രിയെ കാണണമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? എല്ലാവർക്കും കൊടുത്തോലെ വിഹിതം അങ്ങോട്ട് പൊക്കോട്ടെ എന്നല്ലേ അതിന്റെ അർത്ഥം. ഇനിയിപ്പോ ഇത് കുഴയാൻ പോവല്ലേ? കാരണം 2-4 ദിവസത്തിനകം ഈ അസോസിയേഷന്റെ യോഗം കൂടും. യോഗം കൂടിയാൽ ഇനി അവരെല്ലാം തുറന്നു പറയും, അവർ അപ്പീലിനൊന്നും പോകുന്നില്ല. അപ്പൊ UDF ഇനി കനത്ത വെല്ലുവിളി നേരിടാൻ പോകുന്നത് സത്യത്തിന്റെ മുമ്പിലാണ്. സത്യം എന്താ? സത്യം എല്ലാവർക്കും അറിയാം. ഷാപ്പ് മുതലാളിമാര്, ബാറുകാര് കാശ് കൊടുക്കുക. കാശ് കൊടുത്ത വിധങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ മൊഴി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോ കൂടുതൽ തലകൾ ഉരുളാൻ പോവുക. അതിനൊന്നും ഒരു ഗുണവും കിട്ടത്തില്ല ആ പറയുന്ന കാര്യം. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും ഓട്ടയടക്കാനൊന്നും പറ്റുകയില്ല. മാണിയുടെ ഏറ്റവും വലിയ ശത്രു രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ നേതൃമാറ്റം വേണമെന്ന് മാണി പറയുമോ? അങ്ങനെ സംശയിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. വിജിലൻസിൽ നടക്കുന്ന ലീഗിന്റെ മന്ത്രിമാർക്കെതിരായി, ലീഗിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എതിരായി ഒക്കെ നടക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കുമോ കുഞ്ഞാലിക്കുട്ടിയോ മാണിയോ? അംഗീകരിക്കില്ലല്ലോ. അപ്പൊ അവര് നേതൃമാറ്റമല്ല അവർക്ക് വേണ്ടത്, കക്കാനുള്ള ലൈസൻസ് കൂടുതലായിട്ട് കിട്ടാനും അതിന് സൗകര്യമുള്ള ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുകയാണ് ഈ പറയുന്ന ആളുകളുടെ ഒക്കെ ആവശ്യം. അതവരങ്ങ് നടത്തിക്കോളും. അത്രയേ ഉള്ളൂ കാര്യം. യെസ്, വളരെ നന്ദി ശ്രീ ബാലകൃഷ്ണപിള്ള പ്രതികരിച്ചതിന്. പഴകുളം മധുവിലേക്ക്. പഴകുളം മധു, ഇതാണ് വിമർശനങ്ങൾ ഒന്നാകെ വരുന്നു. ഈ നാളെ സംയുക്ത വാർത്താ സമ്മേളനം, അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയുടെ കർശന നിർദ്ദേശം, ഈ പാനലിലുള്ളവരും അതോടൊപ്പം തന്നെ ബാലകൃഷ്ണപിള്ളയും പറയുന്നത് തൊലിപ്പുറത്തെ ചികിത്സ, അതിനപ്പുറത്തേക്ക് കൂട്ടുകച്ചവടം, കള്ളക്കച്ചവടം, അതിൻ്റെ വക്താക്കളാണ് ഇന്ന് UDFും കോൺഗ്രസും നയിക്കുന്നതും സർക്കാരിനെ നയിക്കുന്നതും. ചർച്ച കോൺഗ്രസിനെ സംബന്ധിച്ചാണ്. നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നുമില്ല. എനിക്ക് മതിയായ സമയം തരികയാണ്. തീർച്ചയായും എല്ലാവരെക്കുറിച്ച് എനിക്ക് പറയാൻ കാര്യങ്ങളുണ്ട്. ബഹുമാന്യായ കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി കേരളത്തിൽ ഒരു ദിവസം വന്നപ്പോഴേക്കും കേരളത്തിലെ കോൺഗ്രസ് വിരുദ്ധരായിട്ടുള്ള എല്ലാവർക്കും വലിയ ആശങ്കയുണ്ടായിരിക്കുന്നു, എല്ലാവർക്കും ഭയപ്പാടുണ്ടായിരിക്കുന്നു. സോണിയാജിയുടെ സന്ദർശനം, ഇവരിലെല്ലാം ഉണ്ടായിരിക്കുന്ന ഈ ഒരു വലിയ തത്രപ്പാട് എത്രമാത്രം അതിൻ്റെ ആഴമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഇവിടെ പറഞ്ഞു കേട്ട ഓരോ അഭിപ്രായങ്ങളും. ശ്രീമതി സോണിയാഗാന്ധി കേരളത്തിൽ വന്നത് കോൺഗ്രസിനകത്തെയോ UDFിനകത്തെയോ തർക്കങ്ങൾ കേൾക്കാനോ പരിഹരിക്കാനോ അല്ല. നമുക്കെല്ലാവർക്കും അറിയാം യഥാർത്ഥ പ്രശ്നം എന്താണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ സാന്നിധ്യം കുടികൊള്ളുന്ന ശിവഗിരി കുന്നിൽ ശ്രീമതി സോണിയാഗാന്ധി എത്തുകയും ശ്രീനാരായണ ഗുരുദേവൻ്റെ പൈതൃകം കവർച്ച ചെയ്തുകൊണ്ട് പോകാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ അതിശക്തമായി ആഞ്ഞടിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ വാർത്ത അതാണ്. ആ വാർത്തയെപ്പറ്റി ഇവിടെ ചർച്ച നടക്കുന്നില്ല. ഇടതുപക്ഷ സംഘടനകളും മതേതര സംഘടനകളും എല്ലാവരും ചർച്ചയാക്കേണ്ടത് ശ്രീമതി സോണിയാഗാന്ധിയുടെ സന്ദർശനം കൊണ്ട് കേരളത്തിലുണ്ടാകാമായിരുന്ന സാമുദായികമായ ഒരു വേർപിരിയലിൻ്റെ, ചേരുതിരിവിൻ്റെ അന്തരീക്ഷം ഇല്ലാതെയാക്കി അതോടൊപ്പം തന്നെ കോൺഗ്രസിനും UDFിനും വലിയ ശക്തിയും ഒരു പ്രതീക്ഷയും കൈവന്നിരിക്കുകയാണ്. ഇന്ന് ബഹുമാന്യായ ശ്രീമതി സോണിയാഗാന്ധി കേരളത്തിൽ പങ്കെടുത്ത 2 പരിപാടികളും ശ്രീമതി സോണിയാഗാന്ധി നടത്തിയ 2 പ്രസംഗങ്ങളും ഏറ്റവും ഉജ്ജ്വലമായ കാര്യങ്ങളായിരുന്നു. ശ്രീമതി ഗാന്ധിയുടെ സന്ദർശനം കേരളത്തിലെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ തീർക്കാനാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ തർക്കമുണ്ടായിരുന്നു അതെല്ലാം തീർക്കാൻ വേണ്ടിയുള്ള ഈ യാത്രയാണെന്ന് ശ്രീ ഉഴവൂർ വിജയൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ കേട്ടത് അദ്ദേഹത്തിന് വല്ലാതെ ആശങ്കയുണ്ടായിരിക്കുകയാണ്. ശ്രീമതി സോണിയാഗാന്ധി എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? വരണ്ടായിരുന്നു, വന്നുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ലെന്നാണ് ബഹുമാനായ ശ്രീ ബാലകൃഷ്ണപിള്ള സാറും ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവർക്കെല്ലാം എന്തൊക്കെയോ ആശങ്കകളുണ്ട്. കോൺഗ്രസ് പ്രസിഡന്റ് കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിലെ UDF നേതാക്കന്മാർക്ക് മാഡവുമായി സംസാരിക്കാൻ സമയം ചോദിക്കുകയും അല്ലെങ്കിൽ അവർക്ക് സമയം ലഭ്യമാവുകയും ചെയ്ത അടിസ്ഥാനത്തിൽ അവരെല്ലാവരും പോയി ശ്രീമതി സോണിയാഗാന്ധിയെ കാണുകയുണ്ടായി. എന്താണ്
കോൺഗ്രസ് പ്രസിഡന്റിനോട് ഈ നേതാക്കന്മാർ സംസാരിച്ചത് എന്ന് നമുക്കാർക്കും അറിയില്ല. അവർ പുറത്തു വന്ന് പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിലെ UDF-നെ ശക്തിപ്പെടുത്തി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF-ന് വീണ്ടും അധികാരം ലഭിക്കാൻ വേണ്ടിയുള്ള അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായങ്ങൾ കേരളത്തിലെ UDF-നും കോൺഗ്രസിനും പ്രതീക്ഷ നൽകുന്നതും വളരെയേറെ ആവേശം പകരുന്നതുമാണ്. ശ്രീമതി സോണിയാഗാന്ധിയുടെ സന്ദർശനവും കൂടിക്കാഴ്ചയുമെല്ലാം കേരളത്തിലെ UDF-ൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. UDF നേതാക്കന്മാർക്ക് കേരളത്തിലെ UDF ശക്തമായി മുൻപോട്ട് പോകണം എന്ന അഭിപ്രായമുണ്ടായി എന്നാണ് മാധ്യമങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞത്. അത് ഏറ്റവും നല്ല കാര്യമാണ്. കോൺഗ്രസ് പ്രസിഡന്റ് കേരളത്തിൽ വരുമ്പോൾ ആ കോൺഗ്രസ് പ്രസിഡന്റുമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അഭിപ്രായം പറയാൻ ഘടകകക്ഷി നേതാക്കന്മാർക്ക് അവകാശമുണ്ട്. അവർക്ക് അതിന് സമയം കൊടുക്കുക കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം രീതിയാണ്. അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ പ്രസക്തമാണോ? അവർ ഉന്നയിച്ച കാര്യങ്ങളെന്ന് മാധ്യമങ്ങൾ ഇപ്പോൾ കൈരളി പീപ്പിൾ ചാനലിലൂടെ സത്യത്തിൽ ഇത് ഒരു എന്താണ് കുരുട ആനയെ കണ്ട പോലെയാണ്. അത് പഴകുളം മധു, കൈരളി പീപ്പിൾ മാത്രമല്ല പറയുന്നത്, എല്ലാ മാധ്യമങ്ങളും പറയുന്നു. പുറത്തിറങ്ങിയ KM മാണിയോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് നൽകിയ കത്തിനെ കുറിച്ചാണോ പറയുന്നത്? അതെ എന്ന് KM മാണി വളരെ ശക്തമായി പറയുന്നു. അതോടൊപ്പം തന്നെ ഓരോ നേതാക്കളും പുറത്തിറങ്ങി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല, പിന്നെ മാഡത്തിനുള്ള ബഹുമാനം കൊണ്ടാണ് പോകുന്നതെന്ന് വീരം പറഞ്ഞു മീഡിയ റിപ്പോർട്ട് ചെയ്തത്. പിന്നെ കൈരളി ചാനൽ മാത്രം. ഒന്ന് മാണി സാർ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തല എഴുതിയ കത്തിനെ കുറിച്ചൊന്നും ഞങ്ങളാരും കേട്ടിട്ടില്ല. അത് അദ്ദേഹം ഒന്നും പറഞ്ഞൊന്നും എനിക്ക് അറിയേയില്ല. ഒന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്, ബഹുമാനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി കോൺഗ്രസ് പ്രസിഡന്റിനും കോൺഗ്രസ് വൈസ് പ്രസിഡന്റിനും കത്തെഴുതി എന്ന് പറഞ്ഞ വാർത്തയുടെ അടിസ്ഥാനം തന്നെ ഇല്ലാതായിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ കത്ത് എഴുതിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു കത്ത് ലഭിച്ചില്ല എന്ന് കോൺഗ്രസ് പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും ഓഫീസുകൾ വ്യക്തമാക്കി. AICC പറഞ്ഞു. ഇത് അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യം. അതിൻ്റെ തന്നെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു വിമർശനത്തെ ശക്തമായി നിരാകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അതൊരു ചർച്ചയല്ല, അതൊരു അപ്രസക്തമായ ഒരു കാര്യമാണ്. മാണി സാർ എന്താണ് ശ്രീമതി സോണിയാഗാന്ധിയോട് കോൺഗ്രസ് പ്രസിഡന്റിനോട് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് നമുക്കാർക്കും അറിയില്ല. ഈ പറയുന്ന തരത്തിലുള്ള ഗ്രൂപ്പിസം നിലനിൽക്കുന്നുണ്ടോ ഈ ഘടകകക്ഷികൾ പറയുന്ന തരത്തിൽ? കോൺഗ്രസിനകത്തും UDF-നകത്തും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ചില അല്ലറ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ കോൺഗ്രസ്സിന് ഒരു വ്യവസ്ഥാപിതമായ മാർഗമുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡാണ് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ ബോഡി. കോൺഗ്രസ് എനിക്ക് പറയാൻ അവസരം തരണം. ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കാം. ഇവർ 4 പേര് ഒരുമിച്ച് പറയുകയും 3-4 പേർ ഒരുമിച്ച് എനിക്ക് പറയാൻ അവസരം തരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് ഏകപക്ഷീയമായി കോൺഗ്രസിനകത്ത് നേതാക്കന്മാർക്കിടയിലോ കോൺഗ്രസിന് നയപരമായ കാര്യങ്ങളിലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം തീർക്കാൻ ബഹുമാനിയായ കോൺഗ്രസ് അധ്യക്ഷയാണ് അവസാന വാക്ക്. കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി സോണിയാഗാന്ധി എന്താണോ പറയുന്നത് അതാണ് കോൺഗ്രസിന് അവസാനം. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ ഇതിനു മുമ്പും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി, 2 അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളെല്ലാം ഞങ്ങൾ തക്ക സമയത്ത് തീർത്തിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ബഹുമാനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാനായ ശ്രീ രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് ബഹുമാനായ ശ്രീ VM സുധീരനും ഈ 3 സമുന്നത നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ഒരു 5 മിനിറ്റ് സംസാരിച്ച് തീരുമാനമെടുത്താൽ തീരുന്ന പ്രശ്നങ്ങളെ കേരളത്തിലുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ശക്തമായി മുമ്പോട്ട് പോകും. കേരളത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. UDF-നകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റിനെ കണ്ടിട്ട് സീറ്റ് കൂടുതൽ ചോദിക്കാനുള്ള അവകാശമൊക്കെ UDF നേതാക്കന്മാർക്കുണ്ട്. അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സിൽ കൂടി കോൺഗ്രസ് നേതൃത്വം കൈകാര്യം ചെയ്യുകയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയും. ഈ കോൺഗ്രസിനെ വിമർശിക്കാനുള്ള അവകാശത്തിനപ്പുറത്തേക്ക് അർഹത ഈ KM മാണി അടക്കമുള്ളവർക്കുണ്ടോ? അത്തരം കാര്യങ്ങളൊന്നും സത്യത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമേ അല്ല. കാരണം ബഹുമാനായ ശ്രീ KM മാണി സാർ എന്താണ് മാഡത്തോട് പറഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് യാതൊരു വ്യക്തിത്വമില്ലാത്ത സാഹചര്യത്തിൽ ഇല്ല, അങ്ങനെ ഒരു വിമർശനം പറയേണ്ട കാര്യമില്ല. ആ മാണി സാറിന് മാഡത്തോട് പറയാനുള്ള അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനുള്ള അവസരം മാഡം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ്. CPM-നെ പോലെയല്ല, വലിയേട്ടൻ മനോഭാവമില്ല. ചെറിയ പാർട്ടി വലിയ പാർട്ടി വ്യത്യാസമില്ല. എല്ലാ പാർട്ടിക്കും പറയാനുള്ളത് കേൾക്കും. ആധികാരികമായി തീരുമാനമെടുക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്, കോൺഗ്രസ് പ്രസിഡന്റാണ്. യുക്തമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ കഴിവുറ്റ നേതൃത്വം ഇന്ത്യയിൽ കോൺഗ്രസിനുണ്ട്. എല്ലായിടത്തും കോൺഗ്രസ് തിരിച്ചു വരികയാണ്. ശ്രീമതി സോണിയാഗാന്ധി ബഹുമാന്യായ കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലും കോൺഗ്രസ് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും ആ സാധ്യത ഇവിടെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. മാഡത്തിന്റെ വരവ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാരിൽ, ജനാധിപത്യ വിശ്വാസികളിൽ, മതേതര വിശ്വാസികളിൽ വലിയ ഉണർവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. SNDP എന്ന് പറയുന്ന ഒരു സംഘടനയെ വർഗീയ ശക്തികളുമായി കൂട്ടിയോജിപ്പിക്കാനുള്ള ഒരു നീക്കത്തെ തടുക്കാൻ, ചെറുക്കാൻ
ശ്രീമതി സോണിയാഗാന്ധിയുടെ സന്ദർശനം കൊണ്ട്, ഒറ്റ സന്ദർശനം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറ്റവും വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റ് ചർച്ച ചെയ്യാതെ മറ്റ് നിസ്സാരമായ കാര്യങ്ങൾ വൃഥാ ചർച്ച ചെയ്യുന്നതിൽ ഒരു അർത്ഥവുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, യു ഡി എഫിലെ കോൺഗ്രസിലെ വിഷയങ്ങൾ സോണിയാഗാന്ധിക്ക് മുന്നിൽ ഘടകകക്ഷി നേതാക്കൾ അവതരിപ്പിക്കുമ്പോൾ സജീവനിലേക്ക്. ശ്രീ സജീവൻ, നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പറയുന്നത് നാളത്തെ വാർത്താ സമ്മേളനം കൊണ്ടോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ ഇടപെടലൊക്കെയും നാം കേട്ടു പഴകിയ കാര്യങ്ങളായി ഇനിയും അവശേഷിക്കും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് കെ എം മാണി ഉന്നയിച്ച കാര്യമാണ്. അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ കോൺഗ്രസിലെ ഒരു വിഭാഗം നടത്തുന്ന ആക്രമണങ്ങൾ, പരാമർശങ്ങൾ അവസാനിപ്പിക്കണം. മാധ്യമപ്രവർത്തകർ സ്പെസിഫൈ ചെയ്ത് ചോദിക്കുകയാണ്, രമേശ് ചെന്നിത്തലയാണോ ഉദ്ദേശിക്കുന്നത്, ആ കത്തിനെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, കത്തുണ്ടെങ്കിൽ അതാണെങ്കിൽ അതെ എന്ന് കെ എം മാണി പറയുമ്പോൾ എന്താണ് ഈ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇത്തരം പരാമർശങ്ങളുമായി വളരെ ശക്തമായി മുന്നോട്ട് വരുന്നതിലെ രാഷ്ട്രീയം? ഇല്ല, കെ എം മാണി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരു അത്ഭുതമൊന്നുമില്ല. കാരണം കെ എം മാണിക്കെതിരെ ഈ ബാർക്കോഴ കേസിൻ്റെ ആരോപണം, ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ആരോപണം വന്ന സമയം മുതൽ തന്നെ അദ്ദേഹം പറയുന്നത് ഒരു ഗൂഢാലോചനയുണ്ടെന്നാണ്. ആ ഗൂഢാലോചന നമ്മൾ പല ആളുകളും സംശയിച്ചിരുന്നു, ഇത് പ്രതിപക്ഷമാണ്. അപ്പം പ്രതിപക്ഷമല്ല എന്ന് ആദ്യം തന്നെ മാണിയും കേരള കോൺഗ്രസിലെ മറ്റ് നേതാക്കന്മാരും പറഞ്ഞു. പിന്നെയുള്ളത് മുഖ്യമന്ത്രിയാണോ എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയല്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വന്നു. പിന്നീട് ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. അദ്ദേഹത്തിന് പല സൂചനകളിൽ നിന്നും വിജിലൻസിൻ്റെ രണ്ട് രീതിയിൽ പ്രവർത്തിച്ചതിനെ കുറിച്ച് പറയുന്നു. വിജിലൻസിന് കൈകാര്യം ചെയ്യുന്ന മന്ത്രി രമേശ് ചെന്നിത്തലയാണ്. സ്വാഭാവികമായിട്ടും മാണി ഇപ്പോൾ വീട്ടിലിരിക്കാൻ കാരണക്കാരനായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്കെതിരെ നല്ല വാക്ക് കെ എം മാണിയിൽ നിന്ന് അടുത്ത കാലത്തൊന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. സോണിയാഗാന്ധിക്ക് മുമ്പാകെ അദ്ദേഹം പോയി പറഞ്ഞിട്ടുള്ള കാര്യം ഇതൊക്കെ തന്നെയായിരിക്കും. രമേശ് ചെന്നിത്തല ന്യൂനപക്ഷങ്ങൾക്കെതിരെ പറഞ്ഞു എന്നുള്ളതല്ല. രമേശ് ചെന്നിത്തലയ്ക്ക് സ്വാഭാവികമായിട്ടും കുറേ കൂടി താല്പര്യവും ബന്ധവും വിധേയത്വം പോലും ഉള്ളത് NSSുമായിട്ടാണ്. അപ്പോൾ NSSനെ അകറ്റി നിർത്തുന്ന, പലപ്പോഴും NSSന് അതൃപ്തി ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് നീരസം ഉണ്ടാക്കും. കാരണം അദ്ദേഹത്തിന് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നൊരു വിഭാഗമാണ്. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം വളരെ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും കേന്ദ്രത്തിന് കത്തെഴുതിയിട്ടുള്ള, ഹൈക്കമാൻഡിന് കത്തെഴുതിയിട്ടുള്ള ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അത് ഒരു വിഭാഗത്തിനെ മാത്രം പ്രീണിപ്പിക്കുന്നു എന്ന തോന്നൽ മറുവിഭാഗങ്ങളെ അകറ്റി നിർത്തും. അതൊരു പക്ഷേ രമേശ് ചെന്നിത്തല കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടുകൂടി പറഞ്ഞായിരിക്കാം. NSS പോലുള്ള സംഘടനകൾ കോൺഗ്രസിൽ നിന്ന് അകന്നു മാറിയിട്ടൊന്നുകിൽ LDFനോടോ അല്ലെങ്കിൽ BJPയോടോ അടുപ്പം കാണിക്കാൻ സാധ്യത ഉണ്ടാവില്ല. അങ്ങനെ ഒരു സാധ്യത വരികയാണെങ്കിൽ അത് തെറ്റാണെന്നുള്ളത് സൂചിപ്പിക്കാൻ കൂടി ആയിരിക്കാം അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക. അത് അദ്ദേഹം പരസ്യമായിട്ട് പ്രകടിപ്പിച്ചല്ലോ. രഹസ്യമായിട്ട് സ്വന്തം പാർട്ടിയുടെ നേതാവിന് സോണിയാഗാന്ധിക്ക് കത്തെഴുതി. അങ്ങനെ കത്തെഴുതാൻ പാടില്ലെന്ന് കെ എം മാണി പറയുന്നു എന്നുള്ള അദ്ദേഹം പരസ്യമായി പറയുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള വിരോധം തന്നെയാണ്. അപ്പം ഇതിലിപ്പോൾ ഇന്ന് ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് സോണിയാഗാന്ധി വന്നിട്ട് കോൺഗ്രസിനകത്തെ കുറേ പുഴുക്കുത്തുകൾ ഈ ഘടകകക്ഷി നേതാക്കന്മാരെല്ലാവരും പുറത്തേക്ക് ഇട്ടു. അതാണ് ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിന് നഷ്ടമുണ്ടായി. ഘടകകക്ഷികൾക്കൊക്കെ അവരല്ല പ്രശ്നം, ഈ UDFലെ പ്രശ്നങ്ങൾക്ക് കാരണം തങ്ങളല്ല എന്നുള്ള കാര്യം വന്നു. മാത്രമല്ല അവരൊരു തരത്തിലെ വിലപേശൽ നടത്തുകയും ചെയ്തു. ഞങ്ങൾക്ക് ഇത്ര പോരാ, ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര പോരാ എന്നുള്ള കാര്യം വന്നപ്പോൾ അനൈക്യമാണ്, അനൈക്യത്തിന് കാരണക്കാർ കോൺഗ്രസ്സുകാരാണ് എന്ന് ഘടകകക്ഷി നേതാക്കന്മാർ പറയുകയാണ്. നേരത്തെ മധു പറഞ്ഞൊരു സംഭവമുണ്ട്, നിങ്ങളെന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്? മധു സത്യത്തിൽ കോൺഗ്രസ്സുകാർക്കുള്ള വിരോധമോ UDFനുള്ള വിരോധമോ അല്ല. ഇവിടെ ഇന്ന് സത്യത്തിൽ നമ്മളൊക്കെ ചർച്ച ചെയ്യേണ്ട പ്രശ്നം എന്താണ്? ഈ BJPയുടെ നേതാവായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നു. ഈ ശ്രീനാരായണിയിൽ ഒരു വിഭാഗത്തെ അദ്ദേഹം കയ്യിലെടുത്തും കൊണ്ടുപോയി. മുഖ്യമന്ത്രിക്ക് പോലും ഒരു അവസരം കൊടുക്കാതെ വേദി BJPയുടേതാക്കി മാറ്റി, അല്ലെങ്കിൽ BJPയുടെയും വെള്ളാപ്പള്ളിയുടെയും മാത്രമാക്കി മാറ്റി. അങ്ങനെ ഇവിടെയുള്ള ശ്രീനാരായണീയരെല്ലാവരും അല്ലെങ്കിൽ 7 വിഭാഗം മുഴുവൻ ഞങ്ങളോടൊപ്പമാണ് എന്ന് കാണിച്ചെടുത്ത് അതിനെ തടയിട്ടുകൊണ്ട് ആ വിഭാഗത്തിൽ തന്നെയുള്ള സ്വാമിമാർ, ധർമ്മസംഘത്തിൻ്റെ ആളുകൾ സോണിയാഗാന്ധിയെ ക്ഷണിക്കുന്നു. അവരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സോണിയാഗാന്ധി ഇവിടെ വരുമ്പോൾ അതൊരു വലിയ, കാരണം മോദിക്ക് ഇതാ ഒരു വലിയ ഒരു എതിർപ്പ് ഇവിടെ ഈ വിഭാഗത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് ചർച്ച പോകേണ്ടതായിരുന്നു. പകരം ആ ചർച്ച മുഴുവൻ നാളത്തെ പത്രങ്ങൾ വരുന്ന വാർത്ത എന്തായിരിക്കും? ഇത് ഇപ്പോഴത്തെ ഈ സോണിയാഗാന്ധി അവിടെ വന്ന് നടത്തിയ പ്രസംഗത്തേക്കാൾ കൂടുതൽ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ഘടകകക്ഷികൾ നടത്തിയിട്ടുള്ള ഈ പരാമർശങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച ഈ ഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതിന് തൊട്ട് മുമ്പാകെ വെച്ചു എന്നുള്ളത് പോലും തെറ്റായിട്ടുള്ള കാര്യമാണ്.
ആ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, ബുദ്ധിപരമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഞങ്ങൾക്കെതിരെ എല്ലാവരും പറയുന്നു എന്നുള്ളതല്ല, ബുദ്ധിപരമായിട്ട് നീങ്ങേണ്ട സമയത്ത് കോൺഗ്രസ് നേതാക്കന്മാർ നീങ്ങാറില്ല. അതുകൊണ്ടാണ് ഘടകകക്ഷി നേതാക്കന്മാർ നിങ്ങളെ ചൂരലെടുത്ത് ഭീഷണിപ്പെടുത്തുന്നുള്ള കാര്യം മധുവിനെ പോലുള്ള ആളുകൾ, ഇവിടുത്തെ KPCC പ്രസിഡന്റ്, ഇവിടുത്തെ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കന്മാർ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. യെസ് മധു, ആ പാഠങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പഠിക്കുന്നില്ല? സത്യത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് കേരളത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും കാണുന്ന അനുസരിച്ചാണ് കണ്ടത്. തെരഞ്ഞെടുപ്പിന് ഏറ്റവും അടുത്ത സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായി അവർ പറഞ്ഞ കാര്യങ്ങളെ പെരുപ്പിച്ചു കാണിച്ചോ അല്ലെങ്കിൽ അവാസ്തവങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തുന്ന ഒരു പ്രചരണം മാത്രമാണിത്. ഈ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി. അതാണ് ഈ ചർച്ച തന്നെ. ഇത് എത്ര നെഗറ്റീവായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും ഇതിൻ്റെ ഒരു ആത്യന്തിക ഫലം എന്ന് പറയുന്നത് കോൺഗ്രസ് വീണ്ടും ലൈം ലൈറ്റിലേക്ക് വന്നിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ്സിന് ഒരുങ്ങാൻ ഒരു അവസരം വന്നിരിക്കുന്നു. ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ കോൺഗ്രസ് നേതാവ് കേട്ടിരിക്കുന്നു. അതിനഭിപ്രായങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകും. അവർക്ക് എന്തെങ്കിലും കോൺഗ്രസ് പ്രസിഡന്റിനോട് ആശയപരമായി ബന്ധപ്പെടാൻ അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ആ അവസരം അവർക്ക് ലഭ്യമായിരിക്കുന്നു. അവർക്ക് എന്തും പറയാനും ഏതഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് കോൺഗ്രസ് പ്രസിഡന്റ് കേട്ടിരിക്കുന്നു. അതിന് യുക്തമായ തീരുമാനമുണ്ടാകും. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരുമിച്ച് നേതൃത്വവും പ്രവർത്തകരും ശക്തമായി മുൻപോട്ട് പോയി ഈ കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും UDFൻ്റെ ഗവൺമെൻറ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടാക്കി. ഇതാണ് യഥാർത്ഥമായ പോയിന്റ്. ഈ പോയിന്റ് എന്ന് ബഹുമാന്യ ശ്രീ സജീവൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസ് പ്രസിഡന്റ് ഒരു സാന്നിധ്യം കേരളത്തിൽ ഉണ്ടാകാമായിരുന്ന ഒരു വലിയ ധ്രുവീകരണത്തെ ഇല്ലാതെയാക്കിയിരിക്കുകയാണ്. കേരളത്തിൽ ജനങ്ങൾക്ക് ഏറ്റവും ഇവിടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എല്ലാ സമയത്തും വർഗീയതയെ പ്രതിനിധിപ്പിക്കുന്ന സ്വഭാവമുണ്ട്. എല്ലാ സമയത്തും ഇത്തരം കമ്മ്യൂണൽ ഫോഴ്സ്. ഇപ്പൊ അരുവിക്കര ഇലക്ഷൻ സമയത്ത് എന്താ ഉമ്മൻചാണ്ടി പറഞ്ഞത്? ഇത്രമാത്രം സെക്യുലർ ആണെങ്കിൽ ഒരു CPM അങ്ങനെ വന്നിട്ടില്ല. സെക്യുലർ ആയിരുന്നെങ്കിൽ പറയുമായിരുന്നോ ഞങ്ങളും BJP തമ്മിൽ മത്സരം, അരുവിക്കര എന്തോന്നാ BJP ഉള്ളത് എന്നിട്ട് 2ാം സ്ഥാനത്ത്. അപ്പൊ അങ്ങനെ പറയുന്ന വലിയ കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് പറയാം, പക്ഷെ ആ പറയുന്നതിൽ ഒരു വസ്തുതയില്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞ കത്തിനെ കുറിച്ച് ചർച്ച. എന്താ കത്തേ ഇല്ല. ആര് പറഞ്ഞാലും ഇല്ലാത്ത കത്തിനെ കുറിച്ച് 4 പതിറ്റാണ്ട് കാലമായി നെഹ്റു ഗാന്ധി കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ബഹുമാന്യനായ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് എങ്ങനെയാണൊരു കാര്യം ശ്രീമതി സോണിയാഗാന്ധിയോടും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത്? 2, ഇവിടെ അദ്ദേഹം ഏറ്റവും വിഷലിപ്തമായ ഒരു പരാമർശം ഉണ്ടായി. ഒരു സമുദായവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആ സമുദായത്തിൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന് കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളുമായിട്ടും ആത്മബന്ധമുണ്ട്. അദ്ദേഹം ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രതിനിധിക്കുന്ന നേതാവല്ല. കേരളത്തിലെ ഏറ്റവും മതേതരവാദിയായ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഇതൊന്നും ആർക്കും തർക്കമുള്ള കാര്യമല്ല. കോൺഗ്രസിനെ ആക്രമിക്കാൻ അനാവശ്യമായ താക്കോൽ സ്ഥാനത്ത് ഒരു നായർ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് എന്താ പറയുക ഈ സമത്വം കൈവരുള്ള രീതിയിലൊക്കെ NSSന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. ഈ ഒരു നായരായിട്ട് താഴ്ന്ന രീതിയിലുള്ള നായരായിട്ടുള്ള ആര് വന്ന് തിരുവഞ്ചൂര് വന്നിട്ട് അതെത്തിയില്ല. അവസാനം ആര് വരേണ്ടി വന്നു? രമേശ് വരേണ്ടി വന്നു. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് സജീവട്ടം പറഞ്ഞ കാര്യം പൂർണ്ണമായിട്ട് നമുക്ക് അത് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഉത്തരേന്ത്യയിലൊക്കെ ഉള്ളവർ കൃത്യമായ ജാതി ബേസ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് രമേശില്ല. എങ്കിൽ പോലും വളരെ കൃത്യമായി നമുക്ക് കോൺഗ്രസിലെ NSSന്റെ നോമിനിയാണ്. ആ തെറ്റൊന്നല്ല. സജീവൻ നിരീക്ഷിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ അറിയുന്നുകൊണ്ടായിരിക്കും KM മാണിയും അത് സൂചിപ്പിക്കുന്നത്. അല്ലല്ല, അർത്ഥശൂന്യവും വിലയില്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊന്ന് ഈ ചർച്ചയ്ക്ക് വഴിതിരിച്ച് വിടുക. കോൺഗ്രസിനകത്ത് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടായിരിക്കുന്ന ഒരു വലിയ മുന്നേറ്റത്തെ തടയിടാൻ വേണ്ടിയുള്ള അർത്ഥശൂന്യമായ വാദമാണ്. അതാണ് സജീവൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മുന്നേറ്റങ്ങളെ അനവസരത്തിൽ ഘടകകക്ഷികൾ ഹൈക്കമാൻഡിനെ കടന്നു പരാമർശിക്കുന്നു. അത് അനവസരത്തിലാകുന്നു. ഈ പാഠം കോൺഗ്രസ് പഠിക്കുന്നില്ല എന്നാണ് അദ്ദേഹം വിമർശിക്കുന്നത്. കോൺഗ്രസ് പ്രസിഡന്റ് വന്നതും അദ്ദേഹത്തെ ഘടകകക്ഷി നേതാക്കന്മാരെ കണ്ടത് അനവസരത്തിലല്ല. അവർ പറഞ്ഞു ഇത്തരം പരാമർശങ്ങൾ വരുത്തുന്നത് ഘടകകക്ഷി നേതാക്കൾ തന്നെയാണ്. കുരുടൻ ആനയെ കണ്ടതുപോലെ അനാവശ്യമായ ചർച്ച ഘടകകക്ഷികളുടെ ഇടയിലാണ് കൂടുതൽ പ്രശ്നം. ആ പ്രശ്നം മറച്ചു വെക്കാൻ വേണ്ടി ഇവർ തന്ത്രപരമായത് കോൺഗ്രസിന്റെ തലയിലിടാൻ അതെന്തുകൊണ്ട് ഇദ്ദേഹം മനസ്സിലാക്കി? താങ്കൾ എനിക്ക് പറയാം, കുരുടൻ ആനയെ കണ്ട പോലെയാണ് ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം. ഘടകകക്ഷി ഞങ്ങൾ ചർച്ച ചെയ്തത്, ഞങ്ങളുടെ ഘടകകക്ഷി നേതാക്കന്മാർ ബഹുമാന്യായ കോൺഗ്രസ് അധ്യക്ഷമായി ചർച്ച ചെയ്തത് UDFനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്, തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ ജയിക്കാൻ പോകുന്ന മുന്നണിയാണ്, ഞങ്ങൾ ജയിക്കാൻ പോകുന്ന ഒരു ഭരണ സംവിധാനമാണ്.
ഞങ്ങൾ ജയിക്കാൻ പോകുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിനെക്കുറിച്ച് ഞങ്ങൾ ശക്തമായ തീരുമാനം എടുക്കാൻ പോകുന്നു. ആ തീരുമാനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നു. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യം. അല്ലാതെ യാതൊരു സാഹചര്യമില്ല. ഇവിടെ ഭഗവാൻ ഇവിടെ ചർച്ച മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ ആരും ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ വാലായി നിൽക്കുന്ന ആൾക്കാരല്ല. ഞങ്ങൾക്കാർക്കും ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ കാര്യമില്ല. ഒരു സമുദായത്തിന്റെയും ലേബലിൽ ശ്രീ രമേശ് ചെന്നിത്തല ആയിക്കൊള്ളട്ടെ, ശ്രീ ഉമ്മൻചാണ്ടി ആയിക്കൊള്ളട്ടെ, ശ്രീ VM സുധീരൻ ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു സമുദായത്തിന് ലേബൽ ഒട്ടിച്ച് നടക്കുന്ന നേതാക്കന്മാരല്ല. കേരളത്തിലെ എല്ലാ സമുദായത്തിനും തിരുവനന്തപുരത്ത് നായരോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ അല്ലാത്ത ഒരാൾ സ്ഥാനാർത്ഥിയാക്കി എങ്കിലും ഞാൻ അംഗീകരിക്കും. അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങൾ വേറെ ഉണ്ടായി എടുത്തു വസ്തുതകളായി കാണും. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു? ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇതൊക്കെ എത്ര ബാലിശമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് ചേട്ടനെ പറ്റിയല്ല, ചേട്ടൻ കോൺഗ്രസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഉഴവൂർ വിജയൻ ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങൾ, അതായത് വലിയൊരു മുന്നേറ്റത്തിന് സാന്നിധ്യം ഉണ്ടാകുന്നു, സാഹചര്യം ഉണ്ടാകുന്നു, മാധ്യമങ്ങളും പ്രതിപക്ഷവും അടക്കം ചർച്ചകൾ വഴിതിരിച്ചു വിടുന്നു എന്നാണ് പഴകുളം മധു KPCC സെക്രട്ടറി ആരോപിക്കുന്നത്. പഴകുളം മധു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് അങ്ങനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അദ്ദേഹം പറയുന്നത് സോണിയാഗാന്ധിയുടെ പാദസ്പർശം ഇന്ന് കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സോണിയാഗാന്ധിയുടെ പാദസ്പർശം ഇന്ത്യ ഒട്ടാകെ ഏറ്റിട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്താണ് ഉണ്ടായത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് ഇല്ലാതെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇപ്പോൾ വളരെ കഷ്ടസ്ഥിതിയാണ്. പിന്നെ എൽ ഡി എഫിൽ വല്യേട്ടനുണ്ട് എന്നാണ് പഴകുളം മധു പറഞ്ഞത്. കോൺഗ്രസിൽ വല്യേടത്തിയുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഏതായാലും മാണിസാറ് പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഈ 1 കോടിയുടെ കാര്യത്തിൽ നിങ്ങൾ എൻ്റെ പണി കളഞ്ഞു. 2000 കോടി ഹെറാൾഡ് കേസിൽ വാങ്ങിച്ച, നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ച, കോടതിയിൽ ഹാജരായ സോണിയാഗാന്ധിയോട് 1 കോടി വാങ്ങിച്ച ആൾ എന്ത് പറയാനാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹം വർത്തമാനം പറഞ്ഞതെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇതൊക്കെ പരിഹരിക്കണമെങ്കിൽ ഒരു 2 സീറ്റൂടെ കൂടുതൽ തന്നാൽ ഞങ്ങൾ തോറ്റു തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് തോക്കാൻ വേണ്ടി കൂടുതൽ സീറ്റുകൾ ഘടകകക്ഷികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സോണിയാഗാന്ധി അല്ല, ഇവിടെ ഇന്ദിരാഗാന്ധി വന്ന കാലത്തെ കാര്യം നമുക്കറിയാം. പിന്നെയാണ് ഇവിടെ ഇന്ദിരാഗാന്ധി പോലും തോറ്റതാണ് തെരഞ്ഞെടുപ്പിൽ. സോണിയാഗാന്ധി ഇവിടെ വന്നുകൊണ്ട് ഒരു അത്ഭുതവും ഇല്ല. അവർക്ക് കത്തെഴുതിയിട്ട് ഒരു കാര്യവും ഇല്ല. രമേശ് ഒത്തിരി കത്തെഴുതിയിട്ടുണ്ട്. അതൊന്നും എഴുതിയില്ലെന്നാ പറയുക. എഴുതുകയല്ല, മെയിൽ ചെയ്യുകയായിരുന്നു. അല്ലാതെ എഴുതിയെന്നൊന്നും കൈകൊണ്ട് എഴുതിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടുന്ന് കേന്ദ്രക്കാർ പറഞ്ഞ് കിട്ടിയില്ലെന്നാണ്. കിട്ടിയില്ലെങ്കിൽ ഒരു കത്തൂടെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം. കോൺഗ്രസിനെ രക്ഷിക്കാൻ താങ്കൾ പറയുന്ന നിലപാട് വ്യക്തമാണ്. സജീവൻ, അങ്ങനെയാണെങ്കിൽ നാളത്തെ വാർത്താ സമ്മേളനം വരുന്നു. പഴകുളം മധു പറയുന്നതനുസരിച്ച് സോണിയാഗാന്ധി വരുന്നതോടുകൂടി ഉഷാറായ ഒരു കോൺഗ്രസ് UDF സംവിധാനം എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് അധികാരത്തിൽ തുടർച്ച, ആ സ്വപ്നവുമായിട്ടാണ് പഴകുളം മധു ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സംശയമില്ല, നാളത്തെ പത്രസമ്മേളനത്തിൽ ഈ 3 നേതാക്കന്മാരും ഇരുന്ന് കോൺഗ്രസ്സിലൊരു പ്രശ്നവുമില്ല, മുന്നണിക്കകത്തൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയും. സോ അത് നല്ല കാര്യം, അങ്ങനെ പറയേണ്ട നല്ല കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിനിടയിൽ അവരതല്ലാന്ന് പറഞ്ഞാലാണ് പ്രശ്നം. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് പ്രത്യേകമായ വിരോധം കൊണ്ടോ പ്രശ്നം കൊണ്ടോ ഒന്നുമില്ല. കുറേ കാലമായിട്ട് ഇത്തരം കരുണാകരൻ്റെ കാലം മുതൽ നമ്മൾ വളരെ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ. ഒരു പ്രശ്നവുമില്ലാന്ന് പറയും, അതിനുശേഷം പ്രശ്നങ്ങളുണ്ട്. ഘടകകക്ഷി നേതാക്കന്മാർ പണ്ട് ശിഹാബ് തങ്ങളുടെ കാലത്ത് പലപ്പോഴും കോൺഗ്രസിൽ പ്രശ്നം, ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് പ്രശ്നങ്ങൾ വരും. ഇന്ദിരാഗാന്ധി നേരിട്ട് പാണക്കാട് എത്തിയ സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും കോൺഗ്രസിലെ പ്രശ്നം തീർന്നില്ല. കോൺഗ്രസിൽ അവസാനം ഈ ഗ്രൂപ്പിസം കൊണ്ട് കരുണാകരൻ പുറത്തു പോകേണ്ട അവസ്ഥ വന്നു. ഇങ്ങനെ ഗ്രൂപ്പിസം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കോൺഗ്രസ്സിന് കഴിയുമെങ്കിൽ നല്ല, മധു ഒക്കെ ആഗ്രഹിക്കുന്ന പോലെ നല്ല കാര്യമാണ്. പക്ഷേ അത് നടക്കുമെന്നുള്ളതിൽ എനിക്കൊരു ആശങ്കയുണ്ട്. അത് പ്രത്യേക വിരോധം കൊണ്ടൊന്നുമല്ല. എന്തായാലും ഒരു നാളത്തെ കാര്യത്തിൽ സംശയമില്ല, വളരെ ചിരിച്ചുകൊണ്ട് ഇവർ കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെ ഉണ്ടാവട്ടെ, നന്നാവട്ടെതാണ് എൻ്റെ ഒരു ആഗ്രഹം. വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ സജീവൻ, പഴകുളം മധു, അതോടൊപ്പം ഉഴവൂർ വിജയൻ, ഫക്രുദ്ദീൻ അലി, R ബാലകൃഷ്ണപിള്ള പങ്കെടുത്തതിനും പ്രതികരിച്ചതിനും.